ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ നറൂട്ടോയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബാരിയൻ മോഡിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ നറൂട്ടോ ഇതുവരെയായിട്ട് യൂസ് ചെയ്തതിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡാണ് ഈ ഒരു ബാരിയൻ മോഡ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ബുറൂട്ടോയിലാണ് കണ്ടത്. അപ്പം എനിക്കൊന്ന് പേഴ്സണലായിട്ട് ഈ ഒരു ബാരിയൻ മോഡിൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ സൂപ്പറായിരിക്കും. അതായത് ആ റെഡ് കളറൊക്കെ വെച്ച് ഇപ്പം നമ്മുടെ നറൂട്ടോ വന്ന് ഒരു കുറുമായിട്ട് മാറി എങ്ങനെ ഇരിക്കും അതേപോലെ കാണിച്ചിട്ടുണ്ടാവും. സൂപ്പറാണ് ലുക്ക്. പക്ഷേ ഈ ഒരു ബാരിയൻ മോഡിന് ചില ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. അതെന്തെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബാരിയൻ മോഡിൽ നമ്മുടെ നറൂട്ടോ പോയത് ആ ഒരു ഒട്ടുസൂക്കി ക്ലാനിലുള്ള ഒരുത്തനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു ഒട്ടുസൂക്കി ക്ലാനിലുള്ള എല്ലാവരും ഭയങ്കര പവർഫുള്ളാണ്. നമുക്കറിയാം അവർ വന്നൊരു സെലസ്റ്റിയൽ ലെവൽ അല്ലെങ്കിൽ ഒരു ഗോഡ് ലെവലാണ് ഒരു ഒട്ടുസൂക്കി ക്ലാനിലുള്ള ആൾക്കാർ. അപ്പോൾ നമ്മുടെ നറൂട്ടോ വന്ന് ആക്ച്വലി ഇവൻ്റെ അടുത്തൊരു ഫൈറ്റ് നടക്കുമെങ്കിലും നമ്മുടെ നറൂട്ടോയെ കൊണ്ട് ജയിക്കാൻ പറ്റൂല. കാരണം അവർ ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് തന്നെ നറൂട്ടോയ്ക്ക് പറ്റൂല. പല മോഡിൽ നറൂട്ടോ പോകും. അവസാനമായിട്ടാണ് ഈ ഒരു ബാരിയൻ മോഡിലോട്ട് നമ്മുടെ നറൂട്ടോ പോകുന്നത്. അതായത് നമ്മുടെ കുറുമയുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുമ്പോൾ കുറുമയാണ് പറയുന്നത് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഇത് ചെയ്യാം. ഇപ്പോൾ നറൂട്ടോയ്ക്ക് ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൊണ്ടായിരുന്നു പറയുന്നത് നമ്മുടെ നറൂട്ടോ ഈ ഒരു ബാരിയൻ മോഡിലോട്ട് അപ്പുറമാണ് പോകുന്നത്. ഈ ഒരു ബാരിയൻ മോഡിൽ നമ്മുടെ നറൂട്ടോ വേറെ സ്പെഷ്യൽ പവേഴ്സ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഉള്ളി ആ ഒരു ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് ചെയ്യാനായിട്ടാണ് കണ്ടിട്ടുള്ളത്. സ്ട്രെങ്തും സ്പീഡും വെച്ച് ഫൈറ്റ് ചെയ്യാനായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഭയങ്കര പവർഫുൾ ആയിരുന്നു ഈ ഒരു ബാരിയൻ മോഡ്. ഇപ്പോൾ ബാരിയൻ മോഡ് ഇത്രത്തോളം പവർഫുൾ ആയിരുന്നാലും ഇതിനും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാരിയൻ മോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടെയിൽഡ് ബീസ്റ്റ്, അതായത് നമ്മുടെ കുറുമ വന്ന് ഡെഡായി പോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് വയ്ക്കുകയാണെങ്കിൽ. അതായത് ഈ ഒരു ബാരിയൻ മോഡിൽ നമ്മുടെ നറൂട്ടോ വന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ നറൂട്ടോ വീക്ക് ആവണേ നമുക്ക് കാണാൻ പറ്റും. സോ അപ്പം അതേപോലെ ഒരു പ്രശ്നം ഈ ഒരു ബാരിയൻ മോഡിലുണ്ട്. അവസാനമായിട്ട് ബാരിയൻ മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുറുമ മരിച്ചു പോകുന്നുണ്ട്. സോ അതായത് കുറുമയുടെ ആ ഒരു എൻ്റെ ലൈഫ് ഫോഴ്സും തീർന്ന് കുറുമ ഓഫ് കോഴ്സ് ഡെഡായി പോകുന്നുണ്ട്. അത് ഭയങ്കര സാഡായിട്ടുള്ള ഒരു മൊമെൻറ്റ് തന്നെയാണ്. സോ കുറുമയെ കൊല്ലാൻ വേണ്ടി എടുത്തൊരു മോഡ് തന്നെയാണ് ഒരു ബാരിയൻ മോഡ്. പക്ഷേ ഇതുവരെയായിട്ട് നറൂട്ടോ യൂസ് ചെയ്തതിൽ ഏറ്റവും പവർഫുൾ മോഡ് ബാരിയൻ മോഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാരിയൻ മോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കുറുമ മരിച്ചതിനെ പറ്റിയുള്ള കാര്യം കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണാം. ടേക്ക് യു ഗൈസ്.